എന്റെ തങ്കപ്പെണ്ണ ചെറുക്കന് 10-35 വയസ്സായി, മൂക്കി പല്ലു ഉടച്ച്. ഇതുപോലെ ഒരു ആലോചന അങ്ങോട്ട് നടക്കണില്ലെണ്ണ. അണ്ണൻ വിചാരിച്ച എന്തെങ്കിലും നടക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചായാലും മതി, നമുക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് നോക്കുവണ്ണ. എന്റെ ലീലെ പെമ്പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് ചെറുക്കന്റെ കാര്യം കൂടെ നോക്കണ്ടേ. അവനാണ് ഈ 10-35 വയസ്സ് കഴിഞ്ഞ്. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ആണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ പയ്യന്മാരെയൊന്നും വേണ്ട. എന്തൊരു ചൂട് പുറത്ത്. തങ്കപ്പ മാവ എപ്പോ വന്നാ? നീ വെറുതെ തന്നെ കല്യാണക്കാര്യം സംസാരിക്കാനായിട്ട് വന്നത്. കല്യാണ കാര്യം കണ്ടണ്ണ മൂക്കി പല്ല് മുളച്ചില്ലേ? ഈ മുതുക്കന്റെ ചട്ടി ഉൾപ്പെടെ ഞാനാണ് അണ്ണ കഴുകിയിട്ട് കൊടുക്കണത്. കഴിവി എന്റെ നടു ഒടിഞ്ഞ് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ വയ്യ. ഒരു പെണ്ണ് കയറി വന്നേ പറ്റുള്ളൂ. എന്നാ യവന്റെ കൂടെ പഠിച്ച ചെറുക്കനാണ് അപ്പുറത്തെ വിഷ്ണു. അവ 25ാമത്തെ വയസ്സിൽ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് കല്യാണവും കഴിഞ്ഞതായിപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. ഇവൻ നമ്മുടെ കാളെ കണക്ക് നടക്കുന്നു. ഒരു പെണ്ണിനെ പ്രേമിക്കാനുള്ള കഴിവ് പോലും ഇല്ലെന്നാവനി. എനിക്ക് പ്രേമിക്കാൻ കഴിവില്ലെന്നല്ലേ കൊള്ളക്കിളവി. അമ്മ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടേ. എനിക്കൊരു കൊച്ചിന് ഇഷ്ടമാണേ. ഗോപിക എന്നാണ് പേര്. എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. നിനക്ക് പെണ്ണോട്ടോ നശിപ്പിക്കൂടാ. കുടുംബത്തിന്റെ മാനം നശിപ്പിക്കേ. എങ്ങനെ അങ്ങേരടുത്ത് പറയും? എന്റെ ചെറുക്കൻ നശിച്ചു പോയേ. എന്റെ ചെറുക്കൻ നശിച്ചു പോയേ. നിനക്ക് മകളെ, ഈ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നിനക്കുള്ള ആലോചന മാവൻ കൊണ്ടുപോയി. ചേച്ചി 2ാം കെട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. 2ാം കെട്ടായാലും ഒരു കുഴപ്പമില്ല. 2ാം കെട്ടായാലും 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവന്. എന്റെ ചെറുക്കൻ അവൻ പറയില്ല. കാണാൻ കൊള്ളൂല്ലെങ്കിലും ഒരു കഴിവില്ലാത്തവരാണ് അവൻ. അതുകൊണ്ട് ഏത് കൊച്ചായാലും കുഴപ്പമില്ല, അവൻ കെട്ടിക്കോളൂ. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടാ.